പരാതി കൊടുത്തിട്ട് ഞാൻ പിന്നെ അവനെ കണ്ടിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് എന്താ അറിയോ, നമുക്ക് ഒരു 3 ലക്ഷം റുപ്യ വേണം. അപ്പൊ ഞാൻ അപ്പോൾ തന്നെ ഒരു 50ന്റെ ഉള്ളിൽ 50 സമ്മതിക്കോ, സമ്മതിച്ചോ തീർത്തൂടെ ചോദിച്ചു. അത് പറ്റില്ല പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു, പിറ്റേ 2 ലക്ഷം, 3 ലക്ഷം ടോട്ടൽ പറഞ്ഞത്, 2 ലക്ഷം കൊടുത്തു. എൻ്റെ പരസ്വാധീനം എന്നെ കണ്ടത് കൂട്ടിക്കോ, എൻ്റെ ഭാര്യ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ വാപ്പ വിചാരിച്ചാൽ പോലും ഇത് പൊളിക്കാൻ കഴിയില്ല, ഈ കണ്ടത് കൂട്ടിക്കോ എന്ന് പറഞ്ഞ് എൻ്റെ നേരക്ക് കസാലെടുത്ത് എന്നെ അടിക്കാൻ നോക്കി. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ നഗരസഭയിലെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ വിശദീകരണവുമായി ഇരുവിഭാഗവും രംഗത്ത്. ഹിയറിംഗിനിടെ ഉണ്ടായ വാക്കുതർക്കവും തുടർന്നുണ്ടായ മർദ്ദന പരാതിയുമായി ബന്ധപ്പെട്ട് കെട്ടിട ഉടമ മുഹമ്മദ് ഷെരീഫും നഗരസഭാ ചെയർപേഴ്സന്റെ ഭർത്താവ് പച്ചേരി ഫാറൂഖും തങ്ങളുടെ നിലപാടുകൾ ചാനൽ 10 ന്യൂസിനോട് വിശദീകരിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെ 5ാം വാർഡിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹിയറിംഗിനിടെ ഉണ്ടായ തർക്കവും തുടർന്ന് ഉയർന്ന മർദ്ദന പരാതിയും ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗത്തിലും ചർച്ചയായിരുന്നു. സംഭവത്തിൽ ഉയർന്ന ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും പിന്നാലെ കെട്ടിട ഉടമ മുഹമ്മദ് ഷെരീഫും നഗരസഭാ ചെയർപേഴ്സന്റെ ഭർത്താവ് പച്ചേരി ഫാറൂഖും തങ്ങളുടെ ഭാഗം വിശദീകരിച്ച് രംഗത്തെത്തി. 5ാം വാർഡിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടം അനധികൃതമാണെന്നും പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിലാണെന്നും ചൂണ്ടിക്കാട്ടി നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖും ഭർത്താവ് പച്ചേരി ഫാറൂഖും നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരെയും കെട്ടിട ഉടമ മുഹമ്മദ് ഷെരീഫിനെയും കഴിഞ്ഞ ദിവസം സെക്രട്ടറി ഹിയറിംഗിന് വിളിച്ചു ചേർത്തു. ഹിയറിംഗിനിടെ ഇരുവിഭാഗവും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ചെയ്തെന്നാണ് പറയുന്നത്. സംഭവത്തിന് പിന്നാലെ മുഹമ്മദ് ഷെരീഫ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് വിഷയം ഇന്ന് നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിലും ഉയർന്നു. ഹിയറിംഗിനിടെ പച്ചേരി ഫാറൂഖ് തന്നെ കസേര ഉൾപ്പെടെ ഉപയോഗിച്ച് ആക്രമിച്ചെന്നും തുടർന്ന് ചികിത്സ തേടിയെന്നുമാണ് മുഹമ്മദ് ഷെരീഫിന്റെ വിശദീകരണം. അതേസമയം കെട്ടിടം നഗരസഭയുടെ അനുമതിയോടെയാണ് നിർമ്മിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്താണ് വിഷയം സംസാരിക്കുന്ന സമയത്ത് സെക്രട്ടറിയോട് ഈ സംഭവം സംസാരിക്കാൻ ഇവൻ സമ്മതിക്കില്ല. കാരണം ഒച്ചട്ടിട്ട് നമുക്ക് സംസാരിച്ച് ബോധ്യപ്പെടുത്തണ്ടേ, അതിന് ഈ പുള്ളി സമ്മതിക്കില്ല. അങ്ങനെ എണീറ്റ് അങ്ങനെ അവൻ മൂക്കിനിടിക്കും പിടിച്ചാണ് കണ്ടോ ഇവിടെ എന്നിട്ട് ചോരൊക്കെ വന്ന് ഇന്നലെ. അങ്ങനെ ഉന്തും തൊള്ളും അങ്ങോട്ടും ഇങ്ങോട്ടുമായി. അതുണ്ടായത് ഇത് വരാൻ കാരണം ഈ പരാതി കൊടുത്തതിൻ്റെ ആദ്യം പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്തിട്ട് ഞാൻ അവനെ കണ്ടിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് എന്താ അറിയോ, നമുക്ക് ഒരു 3 ലക്ഷം റുപ്യ വേണം. അപ്പൊ ഞാൻ അപ്പോൾ തന്നെ ഒരു 50ന്റെ ഉള്ളിൽ 50 സമ്മതിക്കോ, സമ്മതിച്ചോ തീർത്തൂടെ ചോദിച്ചു. അത് പറ്റില്ല പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു, പിറ്റേ 2 ലക്ഷം, 3 ലക്ഷം ടോട്ടൽ പറഞ്ഞത്, 2 ലക്ഷം കൊടുത്തു. കൊടുത്തിട്ട് അവൻ ചെയർപേഴ്സണെ കൊണ്ട് പറഞ്ഞ് പരാതി പിൻവലിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതും പിൻവലിക്കുന്നില്ല. പിന്നെ ബാക്കി പൈസയും വേണം. അപ്പൊ അതിന്റെ വിഷയങ്ങളാണ് ഉണ്ടായത്. മറുവശത്ത് പ്രദേശവാസികളുടെ പരാതിയെ തുടർന്നാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും നഗരസഭ നൽകിയ അനുമതി പഴയ കെട്ടിടത്തിന്റെ മേൽക്കൂര മാറ്റുന്നതിനായിരുന്നുവെങ്കിലും അതിന് വിരുദ്ധമായാണ് പുതിയ നിർമ്മാണം നടത്തിയതെന്നുമാണ് പച്ചേരി ഫാറൂഖിന്റെ വിശദീകരണം. ഹിയറിംഗിനിടെ മുഹമ്മദ് ഷെരീഫാണ് ആദ്യം ആക്രമണത്തിന് ശ്രമിച്ചതെന്നും സംഭവത്തിൽ താനും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആ കിണറിന് ചാരികൊണ്ട് ആ താഴത്തേക്ക് അവിടെ 50ൽ പരം കുടുംബങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു വഴിയിൽ, ആ വഴി പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അനധികൃത കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. ആ കെട്ടിടം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ടുള്ളത് ഒരു 10-75-50 കൊല്ലത്തിലധികം പഴക്കമുള്ള ഒരു ചെറിയൊരു ഓടിട്ട വീട്. ആ വീടിന് റൂഫ് ചേഞ്ചിങ് എന്ന് പറഞ്ഞിട്ടാണ് പെർമിഷൻ നഗരസഭയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഞാൻ അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞ 4 മാസം മുമ്പ് അതിൻ്റെ തൊട്ട് എൻ്റെ ഒരു സഹോദരനെ നടത്തുന്ന ഒരു മില്ലുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമാണ്, ഫാമിലി സ്ഥലമാണ്. അടക്കം പാരമ്പര്യമായിട്ട് അവിടെ മില്ല് നടത്തുന്നുണ്ട്. ആ മില്ലിൻ്റെ ഓടിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ നിർമ്മാണ സാധനങ്ങൾ വീണ് ഓട് നശിച്ച് ഏകദേശം 10-50 ഓട് പൊട്ടിയിരുന്നു. അത് എന്നെ വിളിക്കുകയും ഞാനും ഭാര്യയും വേറെ സ്ഥലം പോയി വരുമ്പോൾ അവിടെ കയറി നോക്കിയപ്പോൾ ദയനീയ സ്ഥിതിയാണ്. ആ മില്ല് നടത്താൻ പറ്റാത്ത കോലത്തിൽ ഓടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് താഴത്ത് കിടക്കുകയാണ്. അപ്പോൾ അവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നാട്ടുകാർ
ചെയർമാൻ എന്നുള്ള നിലയ്ക്ക്, ചെയർപേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ചെയർപേഴ്സണെ നിർത്തി കുറേ പരാതികൾ ഉന്നയിച്ചു. ഇത് അനധികൃതമായിട്ടാണ് ഈ കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരുപാട് പ്രയാസമുണ്ട്. ആ പ്രയാസം നഗരസഭയിൽ ഞങ്ങളെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പരാതി ഉൾപ്പെടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് ഒന്നും ഒരു നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ വാർഡ് കൗൺസിലറും അന്നത്തെ ഭരണസമിതിയും സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച്, ഈ കെട്ടിട ഉടമയുടെ സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച് നിർമ്മാണ പ്രവൃത്തി 3 നിലയിൽ സ്റ്റീൽ ബിൽഡിങ് നിർമ്മിച്ച ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. പരാതിക്കാർക്ക് ഒരു വിലയില്ല, നാട്ടുകാർക്ക് ഒരു വിലയില്ലാത്ത ഒരു സാഹചര്യം. അത് മനസ്സിലാക്കി ഞാൻ ഒരു റിട്ടേൺ പരാതി ഞാൻ നഗരസഭയിൽ അന്ന് കൊടുത്തിരുന്നു. അത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ നടപടിക്രമം നടക്കുകയും അവസാനം കഴിഞ്ഞ മാസം അത് പൊളിച്ചു നീക്കം ചെയ്യാൻ വേണ്ടി നഗരസഭ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആ ബിൽഡിംഗ് നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന വലിയങ്ങാടിയിലുള്ള ഷെരീഫ് എന്ന സഹോദരൻ ഹൈക്കോടതിയിൽ സ്റ്റേ കിട്ടും എന്ന് കരുതി പോയി. ഹൈക്കോടതി അത് നേരെ സെക്രട്ടറിക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹിയറിംഗ് നടത്തി അദ്ദേഹത്തിൻ്റെ മൊഴി കേട്ടതിന് ശേഷം കോടതിക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ രാവിലെ 11 മണിക്ക് മുനിസിപ്പൽ സെക്രട്ടറി പരാതിക്കാരൻ എന്ന നിലയിൽ എന്നെയും ഈ ബിൽഡിംഗ് ഓണറേയും ഹിയറിങ്ങിന് വിളിച്ചു. ഹിയറിങ് ആരംഭിച്ചു. പരാതിക്കാരൻ്റെ ബിൽഡിംഗ് ഓണറെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിൽ പറഞ്ഞു, സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞു, അത് ഇവിടെ രേഖ ഉണ്ട്, എൻ്റെ അടുത്തും ഉണ്ട്, അതിൻ്റെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെർമിഷൻ കൊടുത്തതിൻ്റെ രേഖ എൻ്റെ അടുത്തുണ്ട്, എന്തിനാണ് അതിന് അനുമതി കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ ഉള്ള പഴയ ഓടിട്ട വീടിൻ്റെ ഫോട്ടോ ഉണ്ട്. ഓരോ ഘട്ടത്തിലും നിർമ്മാണ പ്രവൃത്തി പരാതി കൊടുത്തതിന് ശേഷം ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ഓരോ സ്റ്റെപ്പിലും ഇപ്പം അവസാനം അത് റൂമാക്കി തിരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ പരസ്വാധീനം എന്നെ കണ്ടത് കൂട്ടിക്കോ, എൻ്റെ ഭാര്യ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ വാപ്പ വിചാരിച്ചാൽ പോലും ഇത് പൊളിക്കാൻ കഴിയില്ല, ഇത് കണ്ടത് കൂട്ടിക്കോ എന്ന് പറഞ്ഞ് എൻ്റെ നേരക്ക് കസാലെടുത്ത് എന്നെ അടിക്കാൻ നോക്കി. ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് എന്നെ ഉപദ്രവിക്കാൻ കസാലെടുത്ത് എന്നെ അടിക്കാൻ വന്നപ്പോൾ ഉണ്ടായ ഒരു ചെറിയ സാഹചര്യം, എനിക്ക് ചെറിയ അടി കിട്ടി. ഞാൻ അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇതാണ്. അപ്പോൾ എല്ലാവർക്കും അത് പോയി കണ്ടറിയാം ബിൽഡിങ് എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത്, അത് നിർമ്മാണം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടാണോ ഇല്ലേ എന്നുള്ളത് നഗരസഭാ സെക്രട്ടറിയോടും മുനിസിപ്പൽ എഞ്ചിനീയറോടും ചോദിച്ചാൽ അറിയാം. സമീപത്ത് താമസിക്കുന്ന ആളുകളോട് ചോദിച്ചാലും ഇതിൻ്റെ കൃത്യമായ സത്യസന്ധമായ റിപ്പോർട്ട് കിട്ടും. അപ്പോൾ ഒരു അനീതി ചെയ്തപ്പോൾ ആ നാട്ടുകാരുടെ ആവശ്യപ്രകാരം, ആ പ്രദേശത്ത് തിങ്ങി താമസിക്കുന്ന ആളുകളുടെ ആവശ്യപ്രകാരമാണ് നമ്മളത് പരാതിയും കൊടുത്തിട്ടുള്ളത്. പരാതി കൊടുത്തിട്ട് നടപടി ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവർ പരാതി കൊടുത്തിട്ട് നടപടി ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനതിന് പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നഗരസഭ അത് അന്വേഷിച്ച ആവശ്യമായ നടപടി, ശക്തമായ നടപടി. ഒരു ആളും ഇനി പെരുന്തൽമണ്ണ നഗരസഭയിൽ അനധികൃതമായിട്ട് ഇതുപോലുള്ള കെട്ടിട നിർമ്മാണം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കഴിഞ്ഞ കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. CPM-ൻ്റെ പല കൗൺസിലർമാർക്കും ആരോപണം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വാർഡിലെ കൗൺസിലറിനെ പല ആളുകളിൽ നിന്നും ക്യാഷ് വാങ്ങിയിട്ടുണ്ട് എന്ന് നമ്മളോട് ഒരുപാട് ആളുകൾ പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഭരണം കിട്ടുന്നത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് അതുമൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ അത് മുഖം നോക്കാതെ പെരുന്തൽമണ്ണ നഗരസഭ ഭരണസമിതി അതിന് നടപടി ഉണ്ടാകണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട്. അത് മാത്രമല്ല, അല്ലാത്തതിനും നിയമവിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നടപടി നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. സംഭവത്തിൽ ഇരുവിഭാഗവും പരസ്പരം പരാതി നൽകിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതിയും ഹിയറിംഗിനിടെ ഉണ്ടായ സംഭവവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതേസമയം നിർമ്മാണം സംബന്ധിച്ച പരാതിയിൽ നഗരസഭയുടെ തുടർ നടപടികളും പുരോഗമിക്കുകയാണ്. ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and
Cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.